ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മധുബാലയുടെ അച്ഛൻ ജെകെയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മധുബാലയും ജെകെയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനൊരു പരിഹാരമാവുന്നില്ല. പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ഇനി പറ, എന്താണ് മധുബാലയും ജെകെയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം? രണ്ടാളും പറയെന്ന് മഹാദേവൻ സാർ അങ്ങനെ ചോദിക്കുകയാണ് രണ്ടുപേരോടും. മധുബാല അപ്പൊ പറയുന്നുണ്ട്, എന്താണ് കാര്യമെന്ന് ഞാൻ പറയാം അച്ഛാ. ജെകെയുടെ മനസ്സിൽ ഞാൻ എന്നൊരാളില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എഴുത്ത്, സൗഹൃദങ്ങൾ, കോളേജിലെ ജോലി മാത്രമാണ് ജെകെയുടെ മനസ്സിൽ. പിന്നെ ഞാൻ ഉണ്ടെങ്കിലല്ലേ എന്നൊക്കെ ജെകെയുടെ കുറ്റങ്ങൾ അങ്ങനെ മധുബാല മഹാദേവൻ സാറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് സുമിത്ര ടീച്ചറും ജെകെയും ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രകാന്തത്തിലെത്തി അർച്ചന ആ 2 ഫോട്ടോ ഫ്രെയിമുകളെ കുറിച്ചും ചന്ദ്രയോട് ചോദിക്കുകയാണ്. ആ 2 ഫോട്ടോസ് കാണുന്നതും ചന്ദ്രാകെ പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ ആ 2 ഫോട്ടോസ് കാണിച്ചു കൊടുത്ത്, ഈ 2 ചിത്രങ്ങളെ പറ്റി ചന്ദ്രയ്ക്കൊന്നും പറയാനില്ലേ? എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത് നിന്റെ കൂട്ടുപ്രതിയുടെ മുറിയിൽ നിന്നാണ്. നിനക്കിതിനെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ആര്യയെയും ആരോമലിനെയും വിളിക്കാൻ പോവുകയാണ്. എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഈ ഫോട്ടോ ഉൾപ്പെടെ മറ്റു പല കഥകളും എനിക്ക് പറയേണ്ടി വരും. എങ്കിൽ പിന്നെ ശരി, ഞാൻ അവരെ വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ആര്യയെ വിളിക്കുകയാണ്. പേടിച്ചുകൊണ്ട് ചന്ദ്ര അർച്ചനയോട് പറയുന്നുണ്ട്, നീ മക്കളെ വിളിക്കരുത്. മാത്രമല്ല നിന്റെ നാത്തൂൻ മഞ്ജുവും ഇതിൽ പ്രതിയാണ്. മഞ്ജുവാണ് 1ാം പ്രതി. മധുബാലയും കൂടെ ഉണ്ടായിരുന്നു. ആദ്യം പോയി അവരെ കൈകാര്യം ചെയ്യ്, എന്നിട്ട് നീ എന്നെ കുരിശിൽ കയറ്റിയാൽ മതി എന്നങ്ങനെ ചന്ദ്ര പിടിച്ചു നിൽക്കാൻ പറയുന്നതും അർച്ചന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മനുഷ്യൻ അധപതിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇതിനപ്പുറം കടന്നിരിക്കുകയാണ് നീ. തിരുത്തിയാൽ നിനക്ക് കൊള്ളാം. കേസ് എന്തായാലും ഞാൻ തൽക്കാലം അവധിക്ക് വെക്കുകയാണെന്ന് അർച്ചന അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞ് പോവുകയാണ്. പിന്നീട് മധുബാലയുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മഹാദേവൻ സാർ ജെകെയോട് പറയുന്നുണ്ട്, ഇനി ജെകെയുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ജെകെക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് മഹാദേവൻ സാർ അങ്ങനെ ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ജീവിതത്തിലെ പോരായ്മകൾ മറ്റുള്ളവരോട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ എന്നെ പറ്റി കുറെ ആരോപണങ്ങൾ പറഞ്ഞു. അതിലൊന്ന് തന്നെയാണ് ഞാൻ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ ആത്മാർത്ഥ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നു, ചേർത്തു പിടിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് മധുബാലയ്ക്ക് മാത്രം പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഈ നിലപാടുകൾ അച്ഛൻ്റെ മോള് മനസ്സിലാക്കുന്നില്ല. ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഡിവോഴ്സിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കുന്നതല്ലേ എന്നങ്ങനെ ജെകെ പറയുമ്പോൾ മധുബാല ഇത് കേട്ട് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇതെല്ലാം സാഹിത്യമാണ് അച്ഛാ പറയുന്നത്. ഇതാണ് കാര്യമെന്ന് ഞാൻ ചുരുക്കി പറയാം. ജെകെക്ക് അർച്ചനയോടൊപ്പം ജീവിക്കണം. അതിനുവേണ്ടിയാണ് ജെകെ ഡിവോഴ്സിന് വേണ്ടി തിരക്ക് കൂട്ടുന്നത്. അതാണ് അതിന്റെ സത്യം. പറയാതെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ മഹാദേവൻ സാർ ആ നടക്കുന്ന സത്യം പറയാണ്. നല്ലൊരു സൗഹൃദ ബന്ധമാണ് ജെകെയും അർച്ചനയും തമ്മിലുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് മധുബാലയുടെ അച്ഛൻ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എല്ലാം വെറുതെയാണ് അച്ഛാ. സൗഹൃദം അവരുടെ ഒരു മറ മാത്രമാണ്. എന്നോട് എങ്ങനെയാണ് പറയുക, എന്നാലും ഞാൻ പറയാണ്. ഇത് തമ്മിൽ എല്ലാ ബന്ധവും ഉണ്ടെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ മഹാദേവൻ സാറ് പറയുന്നുണ്ട്, മധുബാല ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയണമെന്നില്ല. നിർത്ത്. വിഡ്ഢികളുടെ ലോകത്താണ് നീ ഇതുവരെ ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ് ജീവിക്കുന്നത്. ജയകൃഷ്ണൻ ആരാണെന്നും എന്താണെന്നും അറിയുന്നതിൽ ഭാര്യയായ നീ പരാജയപ്പെട്ടു. ജയകൃഷ്ണന്റെ ഭാഗത്തെ ശരികളും അയാളുടെ സ്നേഹത്തിന്റെ ആഴവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഭാര്യയുടെ അച്ഛൻ എന്ന പരിഗണനയല്ല, സ്വന്തം അച്ഛൻ എന്നൊരു പരിഗണനയാണ് ഇയാൾ എനിക്ക് തന്നിട്ടുള്ളത്. ഇതിനുള്ള കാരണം എന്താണ്? ജയകൃഷ്ണൻ നിന്നെ അതിലേറെ സ്നേഹിക്കുന്നു. നിന്റെ കുറ്റങ്ങൾ പറയാനായി ജയകൃഷ്ണൻ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല. അയാളുടെ മാന്യത. പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്, അതെല്ലാം നീ കേൾക്കണമെന്ന് പറഞ്ഞ് മഹാദേവൻ സാർ ജെകെയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മധുബാലയോട് അങ്ങനെ തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ട് മധുബാലയും സുമിത്ര ടീച്ചറും ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചനയാണെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് തുണികളെല്ലാം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോണുമായി ചിന്നു അങ്ങോട്ടേക്ക് വരുന്നത്. ചിന്നുവിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, ഈയിടെയായി നിനക്ക് ഫോണിൽ കളി കുറച്ച് കൂടുതലാണ്, ഇതിനനുസരിച്ച് പഠിത്തം കുറയുന്നുമുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ലമ്മേ, ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, നീ പഠിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ പഠിത്തത്തിൽ
പഠിത്തത്തിനുള്ള സമയം നീ കുറവാക്കുന്നുണ്ട്, പഠിക്കാനുള്ള സമയം പോലും നീ ഇപ്പോൾ ഫോണിനാണോ ഉപയോഗിക്കുന്നതെന്നൊക്കെ അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മേ ഫോണിൽ തന്നെ ഇപ്പോൾ കുറേ പഠിക്കാനുണ്ട്, ടീച്ചേഴ്സ് തന്നെയാണ് അത്യാവശ്യം വേണ്ടതൊക്കെ ഫോണിൽ നോക്കി പഠിച്ചോളൂ എന്ന് പറഞ്ഞത്. എന്തായാലും ശരി, ഞാനിപ്പോൾ ഫോൺ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ഫോൺ ഓഫാക്കി അവിടെ വെക്കുകയാണ്. പിന്നീട് ചിന്നു തൻ്റെ ക്ലാസ്സിലെ വിശേഷങ്ങൾ അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്. അതിനുശേഷം അർച്ചന ചിന്നുവിനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നതിന് ശേഷം അമ്പാട്ടിലെ ആരെങ്കിലും നീ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനെ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ തിരക്കായിരിക്കും, പിന്നെ ആന്റിമാരെ വിളിക്കാൻ തോന്നിയില്ല, അവരെ വിളിച്ചാലും അവർക്കറിയേണ്ടത് വിശേഷങ്ങളല്ലല്ലോ, ഇവിടുത്തെ ഗോസിപ്പുകളല്ലേ, ഇവിടെ എപ്പോഴും വഴക്ക് നടക്കാറുണ്ടോ, തല്ലുകൂടാറുണ്ടോ, അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടിയോ, ചന്ദ്രാന്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വിളിക്കാറില്ലെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട്, അടുത്ത ദിവസം നീ എങ്ങാനും JK വിളിച്ചിരുന്നോ എന്ന്. ചിന്നപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിളിച്ചില്ല, ഞാൻ വിളിച്ചതായിട്ട് JK അങ്കിൾ എങ്ങാനും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയാണ്, ഇല്ല JK ഇപ്പോൾ എന്നെയും അങ്ങനെ വിളിക്കാറില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചിന്നു മനസ്സിലങ്ങനെ നല്ല കാര്യം വിളിക്കാത്തത് എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അർച്ചന വീണ്ടും പറയുന്നുണ്ട്, JKയുടെ ഭാര്യ വന്നിട്ടുണ്ട്, സുമിത്ര ടീച്ചറാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, ജസ്റ്റ് വിസിറ്റ് നടത്താനല്ല JKയോടൊപ്പം താമസിക്കാനാണത്രേ വന്നത്. അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണല്ലോ, ഋഷിക്ക് സന്തോഷമായിട്ടുണ്ടാവും, ഇനി പിണങ്ങി പിരിയാതെ എന്നും അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, JKയെ പറ്റി ചിന്നുവിന്റെ അഭിപ്രായം എന്താണെന്ന്. ചിന്നു അപ്പൊ പറയാണ്, മലയാളത്തിലെ നല്ലൊരു എഴുത്തുകാരനെന്ന അംഗീകാരമുള്ള ആളല്ലേ, ഇതിനപ്പുറം ഞാൻ എന്താ അഭിപ്രായം പറയാനാണ്, ഒറിജിനാലിറ്റിയുള്ള എഴുത്തുകാരനാണെന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, JK അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് എഴുത്തുകാരന്റെയും കലാകാരന്മാരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് ചൂഴ്ന്നു നോക്കുന്നത്, ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമുക്കെന്താ, ക്രിയേറ്റീവായിട്ട് അവര് സമൂഹത്തിന് എന്തു കൊടുക്കുന്നു എന്ന് നോക്കിയാൽ മതി, നമുക്ക് ആ വിഷയം വിടാം അമ്മയെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന അത് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി അതൊക്കെ പോട്ടെ, എന്റെ കയ്യിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ പറയാം, അതിനു മുന്നേ നീ അതൊന്ന് കാണൂ എന്ന് പറഞ്ഞ് അർച്ചന അലമാറയിൽ നിന്നും JK അയച്ച ആ 2 ഫോട്ടോസും എടുത്തിട്ട് വന്ന് ചിന്നുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം ചിന്നുവിനെ കാണിക്കുന്നത് JK കൊറിയറായി ചിന്നുവിന് വേണ്ടി അയച്ച ആ ഫോട്ടോ ആണ്. ഇങ്ങനെയുണ്ടെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, നല്ല ഫോട്ടോ, ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം ഒപ്പിവെച്ചിരിക്കുന്ന ഫോട്ടോ, ഡിക്കുറിപ്പിന്റെ ആവശ്യമില്ല, എ ക്യൂട്ട് പിക്ചർ എന്ന് ചിന്നു അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ശരി ഇനി ഒരു ഫോട്ടോ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ചിന്നുവിന്റെ കയ്യിൽ കിട്ടിയ ആ ഫോട്ടോ എടുത്ത് അർച്ചന അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്നതും ചിന്നുവിനാകെ ദേഷ്യം വരുന്നുണ്ട്, ഇത് JK അങ്കിൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ അല്ലേ, ഹെയ്റ്റ് ഇറ്റ്, ഇതെന്തിനാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നങ്ങനെ ചിന്നു ചോദിക്കുന്നതും അർച്ചന പറയുന്നുണ്ട്, നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, JK ശരിക്കും ചിന്നുവിന് വേണ്ടി അയച്ചെന്നത് നീ നല്ലതെന്ന് പറഞ്ഞ ഈ ഫോട്ടോ ആണ്, പക്ഷേ നിന്റെ കൈകളിൽ എത്തിയത് ആ ഫോട്ടോയും അർച്ചന പറയുമ്പോൾ ചിന്നു ആകെ ഷോക്കായിക്കൊണ്ട് അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, എല്ലാം ഒരു മറിമായമാണ്, JK അയച്ചെന്ന ഈ ഫോട്ടോ മാറ്റി ആരോ നിന്റെ കയ്യിൽ കിട്ടിയ ഈ ഫോട്ടോ വെച്ചു നിനക്ക് JKയെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായാലും വിജയിച്ചു, നിനക്ക് JKയോട് വെറുപ്പായില്ലേ, ഈ ഫോട്ടോ കിട്ടിയത് അമ്പാട്ട് മഞ്ജുവിന്റെ മുറിയിൽ നിന്നാണ് അർച്ചന പറയുമ്പോൾ മഞ്ജു ആന്റിയാണോ ഇങ്ങനെ ഒരു തിരിമറി നടത്തിയതെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, മഞ്ജു മാത്രമല്ല ചന്ദ്രലേഖയും JKയുടെ വൈഫായ മധുബാലയും ഇതിന് പിന്നിലുണ്ടായിരുന്നു, ജുവിനെയും ചന്ദ്രയെയും ഞാൻ ചോദ്യം ചെയ്തു, 2 ചിത്രങ്ങളും തെളിവായി എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ആദ്യം നിഷേധിച്ചുവെങ്കിലും അവരാണ് ഈ ചെയ്തതെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ JK അങ്കിളെ വെറുത്തിട്ട് അവർക്ക് എന്താണ് നേട്ടം എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മോളെ നിനക്കറിയോ, JKയും ഞാനും തമ്മിലുള്ള സൗഹൃദത്തിന് അവര് വേറെ അർത്ഥം നൽകി, നിനക്കും അറിയാവുന്നതല്ലേ, നീ JKയെ വെറുത്താൽ അതിനെ ചൊല്ലി നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇതുപടിയായി ഞാനും JKയും തമ്മിൽ അകലും ആയിരുന്നു അവരുടെ കണക്കുകൂട്ടൽ, അതിലവര് വിജയം കാണുകയും ചെയ്തില്ലേ, നിനക്ക് JKയോട് വെറുപ്പായില്ലേ. എന്തായാലും ചിന്നു ഇതൊന്നും മഞ്ജുവിനോടും ചന്ദ്രയോടും ചോദിക്കാനൊന്നും പോവണ്ട, ഞാൻ ചോദിച്ചതല്ലേ, 2 പേർക്കും ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അർച്ചന പറയാണ്. എങ്കിലും ചിന്നുവിന്റെ മനസ്സിൽ ആ സംശയം അങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോയുടെ കാര്യം ശരി,
പക്ഷേ അയാൾ എന്നെ കടന്നു പിടിക്കാൻ വന്നതോ ഇത് ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു ചിന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മഹാദേവൻ സാർ അങ്ങനെ മധുബാലയോട് വീണ്ടും പറയുന്നുണ്ട്, അറിവല്ല തിരിച്ചറിവാണ് ഒരാൾക്ക് വേണ്ടതെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ വന്നത്, അല്ലാതെ പ്രതിക്കൂട്ടിൽ കയറ്റി കുറ്റവിചാരണ ചെയ്യാനല്ല. ജസ്റ്റിസ് മഹാദേവന്റെ മകൾ എന്ന ഒരു അഹങ്കാരം നിനക്കുണ്ട്. അലങ്കാരം മാത്രമാണ്, അത് അഴിച്ചു വെക്കാനുള്ളതാണ്. വാക്കിലും പ്രവൃത്തിയിലുമാണ് ഒരാൾക്ക് അലങ്കാരം ഉണ്ടാവേണ്ടത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മഹാദേവൻ സാർ അങ്ങനെ ചോദിക്കുമ്പോൾ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മധുബാല തിരിച്ചു ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് അച്ഛന്റെ കൂടെ വരട്ടെ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ചോദിക്കുകയാണ്. മധുബാലയുടെ അച്ഛനപ്പ പറയുന്നുണ്ട്, വേണ്ട, കൂടെ വരാനല്ല ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത്. ജെ.കെക്ക് നിന്നെ വേണമെങ്കിലോ? അഹങ്കാരം കൊണ്ട് നടക്കുന്ന മധുബാലയല്ല ജെ.കെക്ക് വേണ്ടത്. സ്നേഹം പങ്കിടുന്ന ഒരു ഭാര്യയായി കൂടെ നിൽക്കാൻ നീ തയ്യാറെങ്കിൽ സ്വീകരിക്കാൻ ജെ.കെ തയ്യാറാണ്. ഞാനും ജെ.കെയും ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. നീ ഇതിനെക്കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് മഹാദേവൻ സാറ് ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, ഇവര് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജന്മത്തിൽ എനിക്കിനി ഒന്നും വേണ്ട എന്നങ്ങനെ ടീച്ചർ പറയാണ്. മഹാദേവൻ സാർ അപ്പോൾ മധുബാലയോടും ജെ.കെയോടും ചോദിക്കുന്നുണ്ട്, നീ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന്. മധുബാല ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ജെ.കെയോട് ഒരു കാര്യം പറയാനുണ്ട്. സോറി, ഞാൻ ഇതുവരെ എന്റേത് മാത്രമായ ലോകത്താണ് ജീവിച്ചത്. നീ നമ്മുടേതായ ഒരു ലോകത്ത് ജീവിക്കണമെന്നുണ്ട്. നീ കൂടെ കൂട്ടില്ലേ എന്ന് ജെ.കെയോട് മധുബാല അങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് കേട്ട് ടീച്ചർക്കും മഹാദേവൻ സാറിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ജെ.കെ എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ മധുബാലയുടെ കഴുത്തിൽ താലി കെട്ടി. അയാള് പക്ഷേ അത് കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റി. വീണ്ടും ആ താലി കെട്ടിക്കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് ജെ.കെ അങ്ങനെ പറയുമ്പോൾ മധുബാലയ്ക്ക് അതൊരു ഷോക്കാവുകയാണോ അതിനുപരി വളരെ സന്തോഷവുമാവുന്നുണ്ട്. അതുകൊണ്ട് മധുബാല പറയുന്നുണ്ട്, ഇനിയൊന്നും ആലോചിക്കണ്ട, ആ താലി കെട്ടി തന്നാൽ മതി എന്നങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചന്ദ്രയുടെ ചതി കണ്ടുപിടിച്ചതോടെ ചന്ദ്ര വേഗം തന്നെ ഫോൺ എടുത്ത് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. മഞ്ജു ആരും കാണാതെ മാറി നിന്ന് ഫോണിൽ അങ്ങനെ സംസാരിക്കുകയാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മഞ്ജു നീ ഇപ്പൊ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു സംസാരിക്കാനായി നിൽക്കുന്നതും അവിടേക്ക് അനന്തം വരികയാണ്. അനന്തൻ മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഫോണ് തട്ടിപ്പറിച്ച് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് മിണ്ടരുത് എന്ന് പറയാണ്. ചന്ദ്ര അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, എന്നോടിപ്പോ ഒന്നും പറയാനില്ലാലേ, പറയാനൊന്നും കാണില്ലെന്നറിയാം, പറയാനുള്ളതെല്ലാം നീ അർച്ചനയോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെയാണ് മഞ്ജു നീ എന്നോട് കാണിച്ചത്. അമ്പാട്ടിലെ ന്യൂസുകളെല്ലാം ദയവായിട്ട് നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം ഇഷ്ടം പോലെ പാരിതോഷികം നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ അർച്ചനയുടെ മുന്നിൽ മഞ്ജു നല്ല പിള്ളയായില്ലേ, ഇതിനാ നീ എന്റെ പേര് അവളോട് പറഞ്ഞതെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ പേടിച്ചു വിറച്ച് അനന്തന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനപ്പോ പറയുന്നുണ്ട്, മഞ്ജു ഒന്നും പറഞ്ഞതല്ല, അർച്ചനേച്ചി അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ് അങ്ങനെ അനന്തൻ പറയുന്നതും ചന്ദ്ര ഹലോ ഇതാരാ എന്ന് ചോദിക്കുകയാണ്. അനന്തനപ്പ പറയുന്നുണ്ട്, ബാട്ടിലെ അനന്തകൃഷ്ണൻ എന്ന് പറയും, മഞ്ജുവിന്റെ ഭർത്താവായെന്ന് പറയുന്നതും ചന്ദ്ര പേടിച്ചുകൊണ്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അനന്തൻ എന്നിട്ട് ഫോണ് മഞ്ജുവിന്റെ കയ്യിൽ തിരികെ കൊടുത്ത് മഞ്ജുവിനെ വീണ്ടും അടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അടിക്കുന്നില്ല. അനന്തൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ തല്ലുന്നില്ല, ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് നീ സ്ഥലം വിട്ടേക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞ് അനന്തൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.